മട്ടന്നൂർ മണ്ഡലത്തിൻ്റെ MLA, CPMൻ്റെ കേന്ദ്ര കമ്മിറ്റി അംഗം, ഈ നിലകളിലൊക്കെ പ്രവർത്തിക്കുന്ന KK ശൈലജയെക്കുറിച്ചാണ് ഞാൻ ഈ പറഞ്ഞത്. കോവിഡ് നിപ്പ പോരാട്ടം നടത്തിയ കേരളത്തിലെ ആരോഗ്യമന്ത്രി എന്നുള്ള നിലയിൽ വളരെയധികം പേര് നേടിയ ആഗോള പ്രശസ്തയായ KK ശൈലജ. മഗ്സാസെ അവാർഡ് ഉൾപ്പെടെ അവരെ തേടിയെത്തിയെങ്കിൽ പോലും നമ്മുടെ വലിയ പാർട്ടിയാണല്ലോ, ആ പാർട്ടിയെ അനുമതി ലഭിക്കാത്തതിനാൽ അത് സ്വീകരിക്കാൻ അവർക്ക് കഴിഞ്ഞില്ല എന്നുള്ളതാണ്. കേരളത്തിൻ്റെ ഭാവി വനിതാ മുഖ്യമന്ത്രി എന്ന നിലയിൽ കേന്ദ്ര കമ്മിറ്റി നോക്കിക്കാണുന്നതും ഈ KK ശൈലജയാണ്. മുഖ്യമന്ത്രി പിണറായി വിജയൻ കൂടാതെ പാർട്ടി സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ, ഇവരെക്കാളൊക്കെ കൂടുതൽ ജനപ്രീതി ആർക്ക് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് KK ശൈലജയ്ക്കാണ് എന്ന് പറയേണ്ടി വരും. അത് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തെളിയിച്ചതുമാണ്. എങ്ങനെയാണ് തെളിഞ്ഞത്? ഏകദേശം 60,000 വോട്ടുകളുടെ റെക്കോർഡ് ഭൂരിപക്ഷത്തിലാണ് KK ശൈലജ ഈ മട്ടന്നൂർ എന്ന് പറയപ്പെടുന്ന മണ്ഡലത്തിൽ നിന്ന് വിജയിച്ചു കയറിയത്, നിയമസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടത്. ഈ സാഹചര്യത്തിലാണ് എന്തും സംഭവിക്കാവുന്ന രാഷ്ട്രീയ അനിശ്ചിതത്വങ്ങൾ മാത്രമുള്ള മണ്ണായിട്ടുള്ള വടകരയിൽ തെരഞ്ഞെടുപ്പിൻ്റെ കാഹളം മുഴങ്ങുന്നു. അവിടെ തിരഞ്ഞെടുപ്പ് അംഗത്തിനായിട്ട് ഇതാ KK ശൈലജയെ പാർട്ടി നിയോഗിക്കാൻ പോകുന്നു. എന്താണ് ഈ കാണുന്നതൊക്കെ അല്ലേ? പക്ഷേ ഒട്ടേറെ വൈതരണികളുണ്ട് KK ശൈലജയ്ക്ക് നേരിടാൻ വേണ്ടിയിട്ട്. വിവാദമായിട്ടുള്ള അവരുടെ തന്നെ ഹമാസ് തീവ്രവാദികളെക്കുറിച്ചുള്ള ഫേസ്ബുക്ക് പോസ്റ്റാണ് ഒന്നാമതായിട്ട് എത്തുന്നത്. പാലത്തായി പീഡനക്കേസിൽ മന്ത്രി എന്നുള്ള നിലയിൽ വേണ്ടത്ര ജാഗ്രത പുലർത്തിയോ ഇടപെട്ടോ എന്നൊക്കെയുള്ള ചോദ്യങ്ങളുണ്ട്. അതൊക്കെ വലിയ ആരോപണങ്ങളായിട്ട് നിലനിൽക്കുകയും ചെയ്യുകയാണ്. ഇവയൊക്കെയാണ് ശൈലജയ്ക്ക് മുൻപിലുള്ള പ്രതികൂലമായിട്ടുള്ള സാഹചര്യങ്ങൾ എന്ന് പറയപ്പെടുന്നത്. ഇതിനെല്ലാം പുറമെയാണ് K മുരളീധരൻ എന്ന കോൺഗ്രസിലെ കരുത്തനായ അനിഷേധ്യനായ നേതാവിനെയാണ് അവർക്ക് നേരിടേണ്ടി വരിക വടകരയിൽ. കൂടാതെ KK രമയുടെ നേതൃത്വത്തിലുള്ള RMB, ആ RMB ഉയർത്തുന്ന തലവേദന വേറെയുമുണ്ട്. അതും കാണാതെ പോകാൻ കഴിയില്ല. ഇതിനെയെല്ലാം അതിജീവിച്ച് പാർലമെൻറ്റിലെത്തിയാൽ തന്നെ അതോടുകൂടി സംഭവിക്കാൻ പോകുന്ന സംസ്ഥാന രാഷ്ട്രീയത്തിൽ നിന്നും KK ശൈലജയെ ഒഴിവാക്കും. വടകരയിൽ തോറ്റുപോയാലോ അതുവരെ കെട്ടിപ്പൊക്കിയ രാഷ്ട്രീയ ഇമേജിനും വളരെ വലിയ കോട്ടമുണ്ടാവുകയും ചെയ്യും. ഇതെല്ലാം മുൻകൂട്ടി കണ്ടുകൊണ്ട് തന്നെയാണ് താൻ മത്സരിക്കുന്നില്ല എന്ന് 100 വട്ടം KK ശൈലജ തുറന്നു പറഞ്ഞത് പാർട്ടിയോട്. എവിടെ വേണമെങ്കിലും മത്സരിക്കാൻ തയ്യാറായി തെക്ക് വടക്ക് കാര്യമായ പണിയൊന്നുമില്ലാതെ നടക്കുന്ന ഒട്ടനവധി സഖാക്കന്മാരുണ്ട്, സഖാത്തിമാരുണ്ട്. അതിലൊന്നാണ് PK ശ്രീമതി. ആ PK ശ്രീമതിയെ കണക്കാക്കാതെ KK ശൈലജയെ പാർട്ടി ഓടിച്ചിട്ട് പിടിച്ച് മത്സരിപ്പിക്കുന്നത് എന്തുകൊണ്ട്? ഒതുക്കാൻ വേണ്ടിയാണ് എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാം. അണിയറയിൽ സംസാരമുണ്ട്. അങ്ങനെ P ജയരാജനെ പണ്ട് ഒതുക്കിയതുപോലെ P ജയരാജനെ കണ്ണൂർ ജില്ലാ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് തെറിപ്പിക്കാൻ വേണ്ടി നടത്തിയ നാടകത്തിൻ്റെ ഒന്നാം ഘട്ടം എങ്ങനെയായിരുന്നു? വടകരയിൽ അവരെ ചാവേറാക്കി മത്സരിപ്പിച്ചുകൊണ്ട് തോൽപ്പിച്ചു, അങ്ങനെ ഇല്ലാതാക്കി. അതേപോലെ തന്നെ KK ശൈലജയും രാഷ്ട്രീയ വനവാസത്തിന് അയക്കുമോ എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. പാർട്ടിക്കുള്ളിൽ നിന്ന് വളരെ വലിയ ചോദ്യങ്ങളൊക്കെ വരുന്നുണ്ട്. പക്ഷേ ഇത് തന്നെയാണ് എൻ്റെ യഥാർത്ഥ വസ്തുത എന്ന് പറയുന്നത്. മത്സരിക്കില്ല എന്ന് പലകുറി പറഞ്ഞിട്ടും പാർട്ടി ഓടിച്ചിട്ട് മത്സരിപ്പിക്കുന്ന KK ശൈലജയ്ക്ക് പാർട്ടി ഒരുക്കി വയ്ക്കുന്നത് എന്താണ്? വാരിക്കുഴി തന്നെയാണ്. ആ ഒരു വാരിക്കുഴിയിലേക്ക് KK ശൈലജയെപ്പോലൊരു പാവപ്പെട്ട സഖാത്തിയെ ഓടിച്ച് തളർത്തി ഇറക്കുക എന്നുള്ളത് എന്തുകൊണ്ടായിരിക്കും? മട്ടന്നൂരുടെ മണ്ഡലത്തിൽ MLA ആയി ജീവിക്കുകയാണ് KK ശൈലജ. അവിടുത്തെ ജനഹൃദയങ്ങളിൽ സ്വാധീനം നേടിയ വ്യക്തിത്വം കൂടിയാണ് KK ശൈലജ. 2021 നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ഏറ്റവും അധികം ഭൂരിപക്ഷം, 60,000-ലധികം ഭൂരിപക്ഷം നേടി മട്ടന്നൂർ നിയോജക മണ്ഡലത്തിൽ നിന്ന് MLA ആയി എത്തപ്പെട്ട KK ശൈലജയെ 2021 മട്ടന്നൂരിലെയും കേരളത്തിലെയും ജനങ്ങൾ കരുതിയിരുന്നത് ഒന്നുകിൽ വീണ്ടും ഒരു ആരോഗ്യമന്ത്രി അല്ലെങ്കിൽ മുഖ്യമന്ത്രി എന്നാണ്. പക്ഷേ രണ്ടും നടന്നില്ല. രണ്ടാമതൊരു വട്ടം കൂടി മുഖ്യമന്ത്രി പദം പിണറായിയുടെ കൈകളിൽ തന്നെ ഒതുക്കി വയ്ക്കണമെന്നുള്ള ചിന്ത ഉള്ളതുകൊണ്ട് തന്നെ പിണറായി നടത്തിയ നാടകങ്ങളിൽ ആദ്യത്തെ തലവെട്ടിയത് KK ശൈലജയുടേതാണ്. ഒരിക്കൽ മന്ത്രിയായവർക്ക് വീണ്ടും മന്ത്രിസ്ഥാനം നൽകേണ്ടതില്ല എന്നുള്ള ഒരു വലിയ വാദം മുന്നോട്ട് വെച്ചുകൊണ്ട് അതങ്ങനെ അവസാനിപ്പിച്ചു. KK ശൈലജ MLA ആയി മട്ടന്നൂരിൽ. അത്ര തന്നെ, മന്ത്രിപദം സ്വാഹ. വീണ്ടുമുണ്ട് അദ്ദേഹത്തിൻ്റെ മുന്നിൽ. ഇനിയും വളർന്നാൽ KK ശൈലജയെപ്പോലൊരു വനിതാ സഖാവ് വളർന്ന് പന്തലിച്ചു കഴിഞ്ഞാൽ, പാർട്ടിക്ക് മുകളിലേക്ക് എത്തിക്കഴിഞ്ഞാൽ പിണറായിയെപ്പോലൊരാളുടെ മുന്നിൽ ഇനിയും ഉയരത്തിലേക്ക് എത്തുമെന്നുള്ളത് വളരെ കൃത്യമായി മനസ്സിലാക്കിയ പിണറായിക്ക് ഏറാൻ മുളുന്ന ഈ പാർട്ടി സെക്രട്ടറി പദം അലങ്കരിക്കുന്ന MV ഗോവിന്ദനുമുണ്ടല്ലോ,
വളരെ കൃത്യമായി അടുത്ത ടാർഗറ്റ് ചെയ്തിരിക്കുന്നു കെ ശൈലജയെ വടകരയിൽ നിർത്തി മത്സരിപ്പിച്ച് രാഷ്ട്രീയ വനവാസത്തിൽ അയക്കാൻ. ജയിക്കില്ല എന്നുറപ്പുള്ളത് കൊണ്ടാണോ എന്നറിയില്ല. ഓടിച്ചിട്ട് പിടിച്ച് കെ ശൈലജയെ വടകരയിൽ കൊണ്ടുനിന്ന് മത്സരിപ്പിച്ച് മട്ടന്നൂരിലെ MLA സ്ഥാനം രാജിവെപ്പിച്ച് ഈ വടകരയിൽ നിന്ന് നിർത്തി മത്സരിപ്പിച്ച് തോൽപ്പിച്ചാൽ പിന്നെ കെ ശൈലജ രാഷ്ട്രീയത്തിലില്ല. രാഷ്ട്രീയ വനവാസമാണ്. ഒരു ചാവേറാട്ട് രാഷ്ട്രീയത്തിൽ മാറുകയാണ് കെ ശൈലജ. അങ്ങനെ ചാവേറാക്കി മാറ്റുക എന്നൊരു ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് കെ ശൈലജയെ പിണറായി വിജയനും പിണറായി വിജയൻ്റെ ഏറാൻമൂളികളും ചേർന്നുകൊണ്ട് വടകരയിൽ സ്ഥാനാർത്ഥിയാക്കുന്നത് എന്ന് പറഞ്ഞാൽ അതിൽ അത്ഭുതപ്പെടാനില്ല. മുമ്പും നടത്തിയിട്ടുണ്ട് ഇത്തരത്തിലുള്ള കുതികാൽ വെട്ടലുകളൊക്കെ നടന്നിട്ടുണ്ട് ഇവിടെ. അതുകൊണ്ട് പിണറായിക്ക് ഇത് ആദ്യത്തെ കഥയില്ലായിരിക്കാം, പക്ഷേ കെ ശൈലജയ്ക്ക് ഇത് ആദ്യത്തെ സംഭവമാണ്. ശൈലജ ജനങ്ങളോടൊപ്പം നിന്ന് 2016 സർക്കാരിൻ്റെ ഭാഗമായി നിന്ന് ആരോഗ്യമന്ത്രിയായി തന്നെക്കൊണ്ട് കഴിയും വിധം ജനങ്ങളെ സേവിച്ച് ജനങ്ങളുടെ ഇടയിൽ നല്ല പേര് സമ്പാദിച്ച ഒരു സഖാവായിരുന്നു കെ ശൈലജ എന്നുള്ളത്. ചെയ്ത കാര്യം അത് കൃത്യമായി പറയുക തന്നെ വേണമല്ലോ. നിപ്പയാണെങ്കിലും കോവിഡ് ആണെങ്കിലും അതിനെ പ്രതിരോധിക്കുവാൻ തീർത്ത മാർഗങ്ങൾ വളരെ കൃത്യമായി മുന്നോട്ട് വെച്ചുകൊണ്ട് സഹപ്രവർത്തകരെ ഒപ്പം കൂട്ടി ഉദ്യോഗസ്ഥ വൃന്ദത്തെ കൂടെ നിർത്തിക്കൊണ്ട് വളരെ കൃത്യമായ പ്രവർത്തന ശൈലിയിലൂടെ തന്നെ പിടിച്ചുകിട്ടാൻ നടത്തിയ ശ്രമം ആരോഗ്യമന്ത്രി എന്നുള്ള നിലയിൽ കെ ശൈലജയ്ക്ക് ഖ്യാതി നേടിക്കൊടുത്തു. അത് പക്ഷേ ഒരു മുഖ്യമന്ത്രി എന്നുള്ള നിലയിൽ ആരോടും മിണ്ടാത്ത, ജനങ്ങളെ കണ്ടാൽ പിണങ്ങി നടക്കുന്ന, ജനങ്ങളോട് സംവദിക്കാൻ തയ്യാറല്ലാത്ത പിണറായി വിജയനെ പോലൊരുത്തന് പക്ഷെ മനസ്സിലായത് ഒറ്റ കാര്യം മാത്രമായിരുന്നു, കെ ശൈലജയ്ക്ക് ജനപിന്തുണ ഏറുന്നു എന്നുള്ളത്. അത് പക്ഷെ സഹിച്ചില്ല ഈ പിണറായി വിജയൻ സഖാവിന്. അങ്ങനെയാണ് 2021 തിരഞ്ഞെടുപ്പിൽ മട്ടന്നൂരിൽ നിന്ന് മൃഗീയ ഭൂരിപക്ഷത്തിൽ വിജയിച്ചു വന്നിട്ട് പോലും അവരെ മന്ത്രിയാക്കാൻ കനിഞ്ഞില്ല ഈ പിണറായി വിജയൻ. അങ്ങനെ വെട്ടിമാറ്റി ആദ്യത്തെ പേരുകാരിയായി കെ ശൈലജയെ. ഇതൊക്കെ ചരിത്രത്തിൻ്റെ ഭാഗമായി നമ്മുടെ മുൻപിലുണ്ടല്ലോ. ഇനി വരാൻ പോകുന്നത് വടകരയിൽ നിർത്തി മത്സരിപ്പിച്ച് തോൽപ്പിച്ച് MLA പദം കൂടി രാജിവെപ്പിച്ചു കഴിഞ്ഞാൽ രാഷ്ട്രീയ വനവാസത്തിനയക്കാം ഈ പാവപ്പെട്ട സഖാവിനെ. ആ ഒരു ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് ഈ പാർട്ടി സെക്രട്ടറിയോടൊപ്പം നിൽക്കുന്ന മുഖ്യമന്ത്രിയുമൊക്കെ ചേർന്ന് നിന്നുകൊണ്ട് വടകരയിൽ ശൈലജയെ മത്സരിപ്പിക്കുവാൻ ശ്രമിക്കുന്നത്. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, ഈ ശൈലജയെ പോലുള്ളവരെ വളർത്തുവാനോ അവരെ ഉയരങ്ങളിലേക്ക് എത്തുവാനോ ഇവിടുത്തെ ഈ ആൺസിംഹങ്ങൾ ഒരിക്കലും തയ്യാറാകില്ല. പെൺസിംഹങ്ങൾ ഇങ്ങനെ ഉയർന്നു വരണ്ട എന്ന് ചിന്തിക്കുന്ന തരത്തിലുള്ള തരംതാണ ചിന്താഗതിയുള്ള ഈ കമ്മ്യൂണിസ്റ്റ് സിദ്ധാന്തം എന്ന് തകർന്ന് തരിപ്പണമാകുന്നുവോ അന്ന് മാത്രമേ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിനുള്ളിൽ വനിതാ പ്രാതിനിധ്യവും വനിതകളുടെ ഒരു മുഖ്യമന്ത്രിയും ഈ കേരളത്തിൽ ഉണ്ടാകൂ എന്നുള്ള കാര്യത്തിലും സംശയമില്ല. തനിക്കും തൻ്റെ കുടുംബവും മാത്രം നന്നാവട്ടെ എന്ന് ചൊല്ലുന്ന തരത്തിലുള്ള ചിന്താഗതിയുള്ള പിണറായി വിജയന് ബാക്കിയുള്ള സഖാക്കളുടെയും അണികളുടെയും രോഷം എന്താണെന്നറിയില്ല, അവരുടെ പ്രതിഷേധം എന്താണെന്നറിയില്ല, അവരുടെ പ്രതികരണം എന്താണെന്നറിയില്ല. എന്നിട്ടും ഇന്നും മുഖ്യമന്ത്രിയായി വിലസുന്നത് എന്തുകൊണ്ടാണ്? മകളുടെ മാസപ്പടി വിവാദങ്ങൾ ഇങ്ങനെ കത്തിക്കയറുമ്പോഴും ഒന്നിലും കുലുങ്ങാത്തവൻ എന്നുള്ള പോലുള്ള പിണറായി വിജയൻ്റെ ഈ യാത്രയുണ്ടല്ലോ, ആരെയും കൂസാത്തവൻ എന്നുള്ള യാത്ര, അതല്ല കേട്ടോ. ഭയം കൊണ്ട് എന്നാണ് താൻ അകത്താകാൻ പോകുന്നത് എന്ന് അറിയാതെ വേവലാതി പൂണ്ട് നടക്കുന്ന ഒരു മനസ്സുണ്ട് ഈ പിണറായി വിജയന് എന്നുള്ള കാര്യം മറന്നു പോകരുത്. തൻ്റെ മകൾ എന്നാണ് ജയിലിലേക്ക് പോകാൻ പോകുന്നത് എന്ന് ആലോചിച്ച് നടക്കുന്ന ഒരു മനസ്സുള്ള അച്ഛൻ്റെ മനസ്സുണ്ട് എന്നുകൂടി നമ്മൾ മറന്നു പോകരുത്. പക്ഷേ അച്ഛനും മകളുമായിട്ടൊക്കെ അങ്ങനെ പരിലസിക്കുമ്പോഴും സാധാരണക്കാരൻ്റെ വോട്ട് നേടി അധികാരത്തിലെത്തി ഒരു സംസ്ഥാനത്തെ മുഴുവൻ ഇങ്ങനെ അഴിമതിയുടെയും ധൂർത്തിൻ്റെയും പേരിൽ ഭരിച്ചു മുടിക്കുന്ന പിണറായി വിജയ, നിങ്ങളൊന്ന് മനസ്സിലാക്കുക, ഇവിടെ ജനങ്ങളുണ്ട്, സാധാരണക്കാരുണ്ട്. അവരെ ഒന്ന് നോക്കാൻ, അവരെ ഒന്ന് കാണാനുള്ള കരുത്തുണ്ടാവണം തനിക്ക്, അവരെ ഒന്ന് തിരിച്ചറിയാനുള്ള മനസ്സുണ്ടാവണം തനിക്ക്. കാരണം താങ്കൾ ഇന്ന് അലങ്കരിക്കുന്ന ഈ പദവിയുണ്ടല്ലോ, മുഖ്യമന്ത്രി പദവി, അത് ലഭിച്ചത് ഈ പാവങ്ങളുടെ വോട്ടിൻ്റെ പിൻബലത്തിലാണ് എന്ന് താനും താൻ്റെ പാർട്ടിയും മറന്നു പോകരുത് എന്ന് ഇതൊരു ഓർമ്മപ്പെടുത്തൽ മാത്രമാണ് സഖാവേ. മട്ടന്നൂരിൽ നിങ്ങൾ ഈ MLAയെ ബലി കഴിച്ചോളൂ, അവരെ അവിടെ കുതികാൽ വെട്ടിക്കോളൂ, അവരെ എന്നിട്ട് വടകരയിൽ കൊണ്ടു നിർത്തി ചാവേറാക്കി തോൽപ്പിച്ചോളൂ. എന്നിട്ട് നിങ്ങളുടെ ഈ യജ്ഞമുണ്ടല്ലോ, ഈ സ്വാർത്ഥ ലാഭത്തിന് വേണ്ടി താങ്കൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ അഴിമതിയുടെ ധൂർത്തിൻ്റെ ഈ കൂത്തരങ്ങാക്കി മാറ്റുന്ന ഈ ഒരു യാത്ര, ഈ ഒരു വ്യാപാരം അത് തുടരുക. പക്ഷേ
അതിൻ്റെ ആയുസ് 2 വർഷം കൂടിയാണ് എന്നുള്ള കാര്യം താൻ മറന്നു പോകരുത് ശ്രീ പിണറായി വിജയൻ.